നമസ്കാരം, ഞാൻ ബിജി ഷോളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷോളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ, അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചകളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം. അപ്പോൾ അതിനു മുൻപ് തന്നെ നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് എന്താണ്, കഴിഞ്ഞ ആഴ്ചയിലായാലും കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് മാർക്കറ്റിൻ്റെ ഒരു സെന്റിമെന്റ് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റി 18,800 മുകളിലേക്ക്, നിഫ്റ്റി 18,000 ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 18,800 നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. കാരണം 18,800 മുകളിലേക്ക് നിഫ്റ്റി നിലനിന്ന് കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ആ ഒരു സെന്റിമെന്റ്, കറണ്ട് സെന്റിമെന്റിൽ നിഫ്റ്റിയിലായാലും ചേഞ്ച് ആകും. അപ്പോൾ അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് നിഫ്റ്റിയിൽ അത് വന്നിരുന്നത്. അപ്പോൾ വരും ആഴ്ചയിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെയാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇത് 18,800, ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഗ്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴും അതൊരു വലിയൊരു സ്റ്റോപ്പ് ലോസ് റേഞ്ച് ആണ് വരുന്നത്. ലോവർ ലെവൽ സപ്പോർട്ടിൽ വരുമ്പോൾ, നല്ലൊരു സപ്പോർട്ടിൽ വരുമ്പോൾ നിഫ്റ്റിയിലും ബൈക്ക് തന്നെയാണ് സാധ്യത. അതായത് 18,800 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ബൈ സെന്റിമെന്റ് നിഫ്റ്റിയിൽ തുടരും. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്ന ലെവൽ തന്നെ 18,840, ഇതാണ് ട്രെൻഡ് റിവേഴ്സ് ഏരിയ. ഇൻ കേസ് താഴത്തേക്ക് വന്നാലും ആ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിലും ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതാണ് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കറണ്ട് ബൈ സെന്റിമെന്റിൽ നിലനിൽക്കേണ്ടത്. അപ്പോൾ നിഫ്റ്റിക്ക് ഒരു ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകളില്ല. നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിലനിൽക്കുമ്പോൾ നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്, നിഫ്റ്റിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഇല്ല. കാരണം നമ്മൾ വേറൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. നമുക്ക് നമ്മൾ മുൻപൊക്കെ പറയുന്ന പോലെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് ആക്യുറസി നമുക്കത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നൊരു റൂൾസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിലും ബാങ്കിങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ പറയാറുണ്ട്, റെസിസ്റ്റൻസുകളില്ല, നോ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ എത്രത്തോളം പോകുമെന്ന് നമുക്ക് പ്രിഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. അത് എത്ര വേണമെങ്കിൽ അത് ചിലപ്പോൾ ഒരു മുകളിലോട്ട് പോകാം. ഇൻട്രാഡേയിലായാലും ചിലപ്പോൾ ആ ഒരു മൂവ്മെന്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ്, എത്ര വേണമെങ്കിലും മുകളിലോട്ട് പോകാം. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് നമ്മൾ നൽകാത്തത്. കാരണം ആ ഒരു ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് ചിലപ്പോൾ നൽകിയാലും ചിലപ്പോൾ ഒരു ഫാൾസ് ആയിട്ട് മുകളിലേക്ക് അത് വീണ്ടും തിരിച്ചത് ബ്രേക്ക് ചെയ്യും. അപ്പൊ അവിടെ ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അത്ര ആക്യുറസി കിട്ടില്ല. അതേപോലെ തന്നെയാണ് നിഫ്റ്റിയിലായാലും ഈ ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയാലും 18,800 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും അവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യലാണ് സേഫ്. പൊസിഷനിലാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് റേഞ്ച് കുറച്ചൊരു കൂടുതലാണ്. നമ്മൾ ബൈ ഏരിയ പറഞ്ഞിരിക്കുന്ന ആ ഏരിയ തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അതായത് 18,840 ഇപ്പോൾ ഈ ഒരു ട്രെൻഡിന്റെ ഒരു സപ്പോർട്ട് കാണുന്ന, ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ് അനുസരിച്ച് കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് എവറി ഡിപ്പ് ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെയാണ് ഈ ഒരു സെന്റിമെന്റിൽ കാണുന്നത്. ഇനി ഹയർ ലെവലിൽ നിന്നായാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യമായിട്ടുള്ള ഒരു റേഞ്ച് ആയാലും, അപ്പോൾ വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ്, വരും ദിവസത്തെ ഒരു മാർക്കറ്റ് ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ സാധ്യത. അതൊരു ലിമിറ്റഡ് പീരീഡ് വരെയാണ് ആ ഒരു സാധ്യത വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിലായാലും ഇപ്പോൾ ഒരു ദിവസങ്ങളായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. നമുക്കൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ നിഫ്റ്റിയിലായാലും ഇപ്പോഴത്തെ ഒരു അനാലിസിസ് നമുക്ക് പറയാറ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമായാലും നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ശ്രദ്ധിക്കുക, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ലോയും ഹൈ ആണ് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് റേഞ്ച് ആയിട്ട് നമുക്കത് കീപ്പ് ചെയ്യേണ്ടത്. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സാധ്യതയുള്ളൂ. എനിക്ക് സാധ്യത ഒരു 5 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിൽ ഒരു പോസിറ്റീവ് ആണ്.
ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ തന്നെ നമ്മൾ നിലനിൽക്കും. ചില ഏരിയകളിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഇല്ലാത്ത ഒരു ഏരിയയിൽ നമ്മൾ ഇതേ രീതിയിലുള്ളൊരു ട്രേഡിംഗ് പ്ലാനാണ് നമ്മളത് പറയാറ്. ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നാലും, ഇൻ കേസ് താഴത്തേക്ക് വന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റ് ആയാലും നമ്മൾ ആ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ നമുക്ക് മുൻപത്തെ വീഡിയോസിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻ കേസ് തിരിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റം, ആ ഒരു സ്പീഡ് കിട്ടണമെന്നില്ല. ആ ഒരു സ്പീഡ് കിട്ടണമെങ്കിൽ നല്ലൊരു സപ്പോർട്ടാണ്, നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വന്നിട്ടാണ് കയറുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടും, മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിന് ആ ഒരു സ്പീഡ് കിട്ടും. അപ്പൊ അതിനാണ് നമുക്ക് ആ ഒരു കൃത്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് നോക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായാലും ഇപ്പോൾ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്, അതിനുശേഷം ഈ ഒരു 15 മിനിറ്റ് ഒരു ഹൈയും ബ്രേക്ക് ചെയ്തു, അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ കിട്ടി. ഈ ഒരു എൻട്രി ആയാലും നമ്മുടെ ഒരു പ്രൈസ് ആക്ഷൻ സീരീസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. ഇത് നമ്മൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന എൻട്രി ലെവലാണ് വരുന്നത്. നമുക്ക് എൻട്രി എടുക്കാവുന്ന ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. അതായത് പ്രൈസ് ആക്ഷൻ സീരീസ് കഴിഞ്ഞവർക്ക് അതറിയാം. ഏറ്റവും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ കിട്ടാവുന്ന ആ ഒരു ട്രേഡിങ്ങിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രിഗർ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായാലും ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോഴും നമുക്കത് കൃത്യമായിട്ട് ആ ഒരു എൻട്രി കിട്ടിയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നിഫ്റ്റി ചെയ്യുന്നതെങ്കിൽ, കഴിഞ്ഞ ദിവസത്തിലൊക്കെ പറയാറുള്ള പോലെ തന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യുക. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്തായാലും അതിൻ്റെ ഒരു സെന്റിമെന്റ് അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ, ഒരു ചെറിയൊരു നെഗറ്റീവ് ആകണമെങ്കിൽ ആ ഒരു 5 മിനിറ്റിന്റെ ഒരു ലോവർ താഴത്തേക്കെങ്കിലും നിഫ്റ്റി വന്നിട്ടില്ല. താഴത്തേക്ക് വന്നാലാണ് ആ ഒരു ട്രെൻഡിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സെന്റിമെന്റിൽ പോലും ചേഞ്ച് ആകുള്ളൂ. മാത്രമല്ല 15 മിനിറ്റിന്റെ ലോവർ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ആ ഒരു സ്ട്രെങ്ത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഹയർ ലെവൽ നിലനിൽക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 15 മിനിറ്റിന്റെ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈർ ഓപ്പർച്യൂണിറ്റി ആയാലും ഹൈ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹയർ ലെവലിലേക്കായാലും പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഹയർ ലെവലിൽ നിന്നൊക്കെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇൻ കേസ് ഒരു റെഡ് കല്ല് കാണുന്ന ഒരു സമയത്ത് തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവിടെ ഫെയിലിയർ ആകും. കാരണം അവിടെ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് ട്രേഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബൈ എടുക്കുമ്പോഴും നല്ല റൈറ്റ് ഏരിയയിൽ നിന്ന്, നല്ല റൈറ്റ് എൻട്രി ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് മാർക്കറ്റിലായാലും ആ ഒരു കൂടുതൽ പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഏതാണ് നിഫ്റ്റിയിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ട് ഏരിയ ഉണ്ട്. ഒരു ഏരിയ സപ്പോർട്ടാണ്, അതായത് 19,140 160 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 160 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബൈയുടെ ഒരു സെന്റിമെന്റാണ്. ഹയർ ലെവലിലേക്കായാലും വേറെ പ്രത്യേകിച്ച് നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈ, ഇൻ കേസ് ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെവലിൽ നിന്നായാലും നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യുന്നതാണ് സേഫ് ആയിട്ടുള്ള രീതി വരുന്നത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരു കാരണവശാലും ബൈക്ക് ഇമ്പോർട്ടൻസ് നൽകരുത്. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു സപ്പോർട്ട് ചെയ്യുന്നതിലും അതൊരു ബൗൺസും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ചെയ്യാനായിട്ടുള്ള രീതിയിൽ വേണം എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട്. അതായത് ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 19,100 ആണ്. 100 ഹോൾഡ് 100 താഴെ 19,075 സപ്പോർട്ടാണ്. 19,075 ഹോൾഡ് ചെയ്തുകൊണ്ട് 100 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ലോവർ ലെവലായാലും ഇതേപോലെ തന്നെയാണ് സപ്പോർട്ട് വരുന്നത്. 18,975 ഹോൾഡ് ചെയ്തുകൊണ്ട് 19,010 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റാണ് നിഫ്റ്റിയിൽ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം വരുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റികൾ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലായാലും, ഇൻ കേസ് സപ്പോർട്ടിന്റെ താഴെ ആയാലും ബൈയിലേക്ക് നിലനിൽക്കേണ്ടത്. ഇൻ കേസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബൈയിലേക്ക് നിലനിൽക്കാവുന്നതാണ്. അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ വരെ മുകളിലേക്കുള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം.
നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഇൻട്രാഡേ സപ്പോർട്ടിൽ നിന്നാണ് എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരിക്കുന്നത്. 44,444 ആ ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് എൻ്റെ ഒരു മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ, അതായത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിൽ ഫാൾ വന്നാലും ബൈക്കാണ് കൂടുതൽ അത് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്ന ഒരു സമയത്ത് ബൈക്കാണ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നമുക്കതിലും ആ ഒരു ട്രേഡിംഗ് രീതിയിലുള്ള ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റിൽ കിട്ടിയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിരുന്നു. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കറണ്ട് ഒരു സെന്റിമെന്റ് ഒരു പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 44,050 നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചിരുന്നത് റെസിസ്റ്റൻസ് ലെവൽ 44,050 അപ്പോൾ 44,050 മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അതുവരെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ലെവലിൽ മാനേജ് ചെയ്യുക. നല്ലൊരു സപ്പോർട്ട് ലെവലിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു സമയത്ത് നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന രീതി കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതായത് 44,800 ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 44,800 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നല്ലൊരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ നിഫ്റ്റിയിൽ നൽകിയിരിക്കുന്ന പോലെ തന്നെ ട്രേഡുകൾ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഈ ഒരു ലെവലിൽ ഷോർട്ട് സെൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ 44,800 700 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ച് സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യും. അപ്പോൾ 44,700 800 സപ്പോർട്ട് റേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 44,700 ബ്രേക്ക് ചെയ്താലും ഇൻ കേസ് 44,600 ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 44,600 ഹോൾഡ് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയിലും ക്യുക്കായിട്ട് ചിലപ്പോൾ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ക്യുക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റ് 44,700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൈയുടെ ഒരു സെന്റിമെന്റ് ആണ്. ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ, അതുപോലെ ഓപ്പൺ ചെയ്തത് പറയുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 44,510 ഈ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റി അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിൻനിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് കാണുന്നത് ഇപ്പോൾ ഫിൻനിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് ഈ ഒരു ലെവലാണ് ഒരു സപ്പോർട്ട് കാണുന്നത്. 20,020 സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ 20,020 ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ ബൈ സെന്റിമെന്റ് തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ഒരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് വന്നു, ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും, അതായത് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായാലും സപ്പോർട്ട് ലെവലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ, പക്ഷെ ഇവിടെ ഒരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലിലാണ് ഫിൻനിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് കാണുന്നത്. 19,960 ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഇതിനൊരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ട് ഏരിയ ആണ് 20,000 എന്ന് പറയുന്നത്. അതായത് 20,010 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രം ഇതിൻ്റെ ഒരു താഴത്തേക്ക് ഈ ഒരു ലെവലിൽ നിലനിൽക്കാതെ 19,960 ലോവർ ലെവലിൽ കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് കാണുന്നത്. അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 20,000 മുകളിലേക്ക് 20,010 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല. ഇതിന്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടൊരു സെന്റിമെന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ സാധ്യത. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വിലയേറെ ഷെയറുകൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.